ഭരണപക്ഷം സഭ ബഹിഷ്കരിക്കുന്നത് വലിയ അവഹേളനമെന്ന് പാലാ നഗരസഭ പ്രതിപക്ഷ കൗൺസിലർ വി.സി. പ്രിൻസ്. പാലാ നഗരസഭയിലെ ഭരണകക്ഷിയിലെ തമ്മിലടി മൂലം ഭരണകക്ഷി തന്നെ സഭ ബഹിഷ്കരിക്കുന്നത് നീതീകരിക്കാനാവില്ല എന്നും പാലാ നഗരസഭ പ്രതിപക്ഷ കൗൺസിലർ വി.സി. പ്രിൻസ്. പാലാ നഗരസഭയിൽ ഐപോഡ് കാണാതെ പോയി അല്ലെങ്കിൽ മോഷണം പോയി എന്നൊരു വിഷയത്തെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രശ്നത്തിൽ പാലാ നഗരസഭയുടെ പ്രവർത്തനം സ്തംഭിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവുന്ന ഒരു വിഷയമല്ല. ഭരണപക്ഷത്തെ ആൾക്കാർ തമ്മിൽ തല്ലുന്നതും തമ്മിലടിക്കുന്നതും തമ്മിൽ പാലായിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്കെന്താണ് അതിൻ്റെ അതിലുള്ള ബന്ധം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ട ഈ സമയത്ത് അല്ലെങ്കിൽ ആശുപത്രി അല്ലെങ്കിൽ പകർച്ചവ്യാധികളുണ്ടാകുന്ന അല്ലെങ്കിൽ മഴക്കാലം വരുന്ന മഴക്കാലത്തിൻ്റെ കെടുതികൾ അതിലേക്ക് ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ആവശ്യമായി വരുന്ന ഈ സമയത്ത് നഗരസഭ തികച്ചും അലംഭാവം കാണിക്കുന്ന ഈ പ്രക്രിയയോട് ഒരു തരത്തിലും യോജിക്കാനാവാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇതിന് ഇപ്പോഴത്തെ ഭരണമുന്നണി വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് ജനങ്ങളാണ് കാണുന്നത്. ഈ ജനങ്ങൾ തന്നെയാണ് നാളെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അതിനാൽ തീർച്ചയായിട്ടും എത്രയും വേഗത്തിൽ ഒന്നെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ച് എന്താണ് നടപടി എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണതയുണ്ടാക്കി പാലായിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്നുള്ളതാണ് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ അഭ്യർത്ഥന. ജനങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഈ സമയത്ത് ഉത്തരവാദിത്വം മറന്ന് പ്രവർത്തിക്കുന്നതിന് പാലായിലെ ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴത്തെ ഭരണമുന്നണി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നഗരസഭ കൗൺസിലർ പ്രിൻസ് പറഞ്ഞു. ഐ4A ന്യൂസ്, പാലാ.